നല്ല അടിപൊളി മുട്ട റോസ്റ്റ് അല്ലേ? അതെ. അപ്പോൾ നമസ്കാരം. ഇന്ന് നമ്മുടെ അന്നാമ്മച്ചി നമുക്ക് നല്ലൊരു അടിപൊളി മുട്ട റോസ്റ്റ് അല്ലേ? അതെ. ഒരു 8 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. അതെ. അപ്പോൾ 8 മുട്ട കൊണ്ടുള്ള ഒരു അടിപൊളി മുട്ട റോസ്റ്റ് ഉണ്ടാക്കുവാണ്. അപ്പോൾ അതിൻ്റെ സംഭവങ്ങൾ എങ്ങനെയൊക്കെയെന്ന് പറഞ്ഞ് അങ്ങ് തുടങ്ങി നമുക്ക് കഴിക്കാം. നമുക്ക് ഈ മുട്ട റോസ്റ്റ് ആദ്യം മുട്ടയൊന്ന് പരട്ടുക, മുളക് പൊടി മൂപ്പിച്ച് മുട്ടയൊന്ന് ഇടുക. മുട്ടയൊന്ന് പിടിക്കണം, ഉപ്പും മുളക് പൊടിയൊക്കെ ഇതിലേക്ക് മൂപ്പിച്ച് മുട്ടയിലേക്ക് പിടിക്കണം. അപ്പോൾ അതിന് നമുക്ക് സ്റ്റൗ കത്തിച്ച് എണ്ണ അടുപ്പ് വെക്കുക. തുടങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെ തുടങ്ങാം. എന്നാൽ സ്റ്റൗ കത്തിച്ചോ. എണ്ണ ഒഴിക്കട്ടെ. ഒരു സ്പൂണ് മുളക് പൊടി ഇടുക. മഞ്ഞൾപ്പൊടി, നമുക്ക് ഇളക്കിയിട്ട് ഇത് മുത്ത് കഴിയുമ്പോൾ ചുവന്ന് കഴിയുമ്പോൾ മുട്ട ഇടുക. അപ്പോൾ മുട്ടയിലേക്ക് ഈ എരിവും ഉപ്പും ഒക്കെ പിടിക്കണം. മുട്ട ഇടാ. ലേശം ഉപ്പ്, മുട്ടയ്ക്ക് കൂടാൻ ഉപ്പിടുക. ഉപ്പ് ഇതിന് യോജിച്ച് ഇത് പിന്നെ വഴങ്ങുമ്പോൾ ഈ എരിവ് ഉപ്പൊക്കെ ഈ മുളകൊക്കെ മുട്ട പിടിക്കും. ഇങ്ങനെ വഴറ്റുമ്പോഴേ മറ്റേ നമ്മൾ കറിയിലേക്ക് ഇടുമ്പോൾ മുട്ട വെളുത്തിരിക്കും. മുട്ടയ്ക്കൊരു കളറായില്ലേ? മുളകൊക്കെ പിടിക്കുമ്പോൾ മുട്ട ഇതിലേക്ക് കോരി വെക്കാം. മുട്ട കോരി വെച്ചിട്ട് നമുക്ക് ഉള്ളി വഴറ്റണം. മുട്ട കോരി വെക്കണം. മുട്ടയ്ക്കുണ്ടോ കളറായത്? മുട്ടയ്ക്ക് കളറായി, ഉപ്പായി, മുളകായി, അപ്പോൾ എരിവായി, എല്ലാമായി. നമുക്കിനി ലേശം എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിച്ചിട്ട് അരപ്പുകൾ മൂപ്പിക്കണം. കുറച്ച് ഗ്രാമ്പു, 2 ഏലക്ക, 2 ഗ്രാമ്പു, പിന്നെ കറുകാമ്പട്ട ഇത് 3 മൂക്കട്ടെ. നമുക്ക് സവാള ഇടാം. ഇത് 4 സവാള കൊത്തി അരിഞ്ഞതാണ്. സവാളയ്ക്ക് ഉപ്പിട്ടാൽ വേഗം വഴങ്ങി കിട്ടും. സവാളയ്ക്കുള്ള ഉപ്പിട്ട് ഇത് വഴങ്ങണം. എന്നിട്ട് വേണം നമുക്ക് മുട്ട ഇട്ടാൽ. ഉള്ളി വഴങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് ലേശം ഉള്ളി, ഇഞ്ചി ചതച്ചത് ഇതിൻ്റെ കൂട്ടത്തിലിടുക. ഇഞ്ചി ചതച്ചത്, പിന്നെ വെളുത്തുള്ളി ചതച്ചത്, പിന്നെ ലേശം കുരുമുളക്, ഇതിൻ്റെ കൂട്ടത്തിൽ ലേശം കുരുമുളക് പൊടി, ജീരകം, പെരിഞ്ജീരകം, ലേശം പെരിഞ്ജീരകം, ഒരു സ്പൂണ് നല്ല ജീരകം, ചെറിയ ജീരകം, മഞ്ഞൾപ്പൊടി ഇടുക. 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, 2 സ്പൂണ് മുളക് പൊടി,
1 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് ഇത് നന്നായിട്ട് യോജിക്കണം. ഉള്ളിയായിട്ട് ഇത് വരണ്ട് യോജിക്കണം. ഇളക്കി ലേശോട് വഴങ്ങാനുണ്ട്. പൊടിയെല്ലാം കൂടി യോജിച്ച് വഴങ്ങാനുണ്ട്. അല്പം കൂടെ ഇളക്കണം. നല്ലപോലെ വഴങ്ങി. ഇനി നമുക്ക് ലേശം വഴങ്ങിയിട്ട് ഈ തക്കാളിക്ക് പകരം ഉള്ള സോസാണ് ഇത് ഒഴിച്ചിട്ട് ഇളക്കാം. തക്കാളി അല്ലാത്തതിൻ്റെ പേരിൽ ഇതാണ് ഒഴിക്കാം നമുക്ക്. ഇതിപ്പോൾ തക്കാളി ആണെങ്കിൽ ഒരു 1.5 തക്കാളി ചേർത്താൽ മതി ഇത്രയും അരപ്പിലേക്ക്. തക്കാളി അല്ലാത്തത് കൊണ്ടാണ് നമ്മളിത് ചേർത്തത്, തക്കാളിക്ക് പകരം. നമുക്ക് ലേശം വെള്ളം ചേർക്കാം. ഇത് നമുക്കൊന്ന് ചെറുതായിട്ട് തിളയ്ക്കട്ടെ. തിളച്ച് വരണം. ആ വെള്ളം ചേർത്തത് കൊണ്ട് തിളയ്ക്കാനുണ്ട്. തിളയ്ക്കട്ടെ. ഉള്ളി വരട്ടിയത് നന്നായിട്ട് തിളച്ച് വരണം. നമുക്കിനി മുട്ടയിടാം. ഒന്ന് മൂടാം. നമുക്ക് നോക്കാം തിളയായോ എന്ന് നോക്കട്ടെ. തിളച്ചിട്ടുണ്ട്. നമുക്ക് ലേശം മഞ്ഞച്ചപ്പ് ഇടാം. മല്ലിച്ചപ്പ്, ലേശം കരിയാപ്പില ഇടാം. അതുകൊണ്ട് തിളയ്ക്കുമ്പോൾ അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ മുട്ട റോസ്റ്റ് റെഡിയായി. അതെ. സ്റ്റവ് അങ്ങ് ഓഫാക്കി. അപ്പം അമ്മച്ചി എന്നാൽ ഈ പാത്രത്തിലേക്ക് കേട്ടോ മുട്ട റോസ്റ്റ് കൂട്ടി നോക്കാം. എന്താ കുറവുള്ളത്, എല്ലാം കൂടുതലുണ്ടോ കുറവുണ്ടോ എന്നൊക്കെ നോക്കാം അല്ലേ. മതി ഒന്ന് ചൂടാറിക്കോട്ടെ കേട്ടോ. ചൂടാറിക്കട്ടെ. അടിപൊളി മുട്ട റോസ്റ്റ് അല്ലേ. അതെ. അപ്പം നല്ല ഒന്ന് പൊട്ടിച്ച് ചൂടൊക്കെ നാറ്റി ഞാൻ കഴിച്ചു നോക്കാം. അപ്പോൾ നമുക്ക് എന്താ മുട്ടയ്ക്ക് ചേരാനുള്ള? മുട്ടയ്ക്ക് ഒന്നും ചേരാനില്ല. ഇതാണ് മുട്ട റോസ്റ്റ്. നന്നായോ? അടിപൊളി. എല്ലാ ചേരുകളൊക്കെ ചേർന്നോ? എല്ലാം ചേർന്നു. ഒന്നും കൂടുതലുമില്ല കുറവില്ല. അമ്മച്ചി ഉണ്ടാക്കിയാൽ എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. പിന്നെ അമ്മച്ചി ഇതിൻ്റെ കൂടെ വല്ല ചൂട് പൊറോട്ട കൂടെ തരണമായിരുന്നു. എന്നാൽ കറക്റ്റ് ആയാലും. പൊറോട്ട ഇല്ലെങ്കിൽ ചൂട് ചപ്പാത്തി ആയാലും കുഴപ്പമില്ല. അതെ അല്ലേ. നമുക്ക് നമുക്ക് മുട്ടക്കറി വെക്കുമ്പോൾ. പക്ഷെ വേറെ കാര്യം എന്നറിയാം, ഇതൊന്നും ഇല്ലല്ലോ ഇപ്പൊ ഇങ്ങനെ വെറുതെ തിന്നാ നല്ല ടേസ്റ്റാണ്. അതെ. എന്നാ പിന്നെ കൂട്ടെ. അതെ. അപ്പൊ ഗംഭീരായിട്ടുണ്ട്. നമുക്ക് അല്ലെങ്കിൽ പിന്നെ ഇനി ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒരു ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് കഴിക്കാം. അല്ല നമുക്കൊരു വെള്ളപ്പോ ചപ്പാത്തിയോ എന്തെങ്കിലും ഒരു സാധനത്തെ ബ്രെഡ് ആയാലും മതിയായിരുന്നു. അപ്പോൾ എന്തായാലും നല്ല സൂപ്പർ മുട്ട റോസ്റ്റ് അമ്മച്ചി ഉണ്ടാക്കി തന്നിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു മുട്ട റോസ്റ്റ്. അപ്പോൾ അത് ചപ്പാത്തിക്കോ പൊറോട്ടയ്ക്കോ ഏത് ഐറ്റംസിനും അതിൻ്റെ കൂടെ കഴിക്കാം. അപ്പം ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയുക. അപ്പോൾ എല്ലാവർക്കും ഒരു ബൈ.